ഇത് നമുക്ക് ശരാശരി ഒരു ചെടിയിൽ നിന്നും 2 കിലോ പൂ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ 2 കിലോ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഞങ്ങൾ ആ ഉണക്ക സമയത്ത് വെള്ളം കോരി ഞങ്ങളുടെ ഇടപാട് തീർന്നു. അനിതയുടെയും എത്ര മാസമായതാ? ഇത് മാസമൊന്നും ആയില്ല, ഇതിപ്പം മാസം കഴിഞ്ഞു. ഇപ്പം 70 ദിവസമായി അല്ലേ? 70. ഇനിയും നമുക്ക് 24 ദിവസം ഉണ്ട് അല്ലേ? ഇനി 24 ദിവസം കൂടെ ഉള്ളു. അതിനകത്ത് വെച്ച് ഇതെല്ലാം വിരിയും. ഇത് നമുക്ക് ശരിക്കും നമുക്ക് ഓണവിപണി മാത്രമല്ല, പ്രത്യേകിച്ച് ഇത് നമുക്ക് ഇപ്പം ക്ഷേത്രങ്ങളിലേക്കും മാല കെട്ടാനും എല്ലാം പൂക്കടയിലൊക്കെ നമുക്ക് വെളിനാട്ടിൽ നിന്നൊക്കെയാണ് പൂക്കൾ വരുന്നത്. ഇപ്പം വിലയുണ്ട്. പ്രത്യേകിച്ച് അരളിപ്പൂവ് വെച്ച് പുറകോട്ട് ഇപ്പൊ ഡിമാൻഡ് ഇല്ല. അന്നേരം ഈ ബന്ദിപ്പൂവൊക്കെ കൂടുതലും അമ്പലങ്ങളിലേക്കും മാല കെട്ടാനും തോരണങ്ങൾക്കും ഒക്കെ ഈ ഓണവിപണി കഴിഞ്ഞാലും ഇതിന് മാർക്കറ്റ് കുറയുന്നില്ല. നമുക്ക് പൂക്കടയിലേക്കൊക്കെ ഇഷ്ടംപോലെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് വില 100 രൂപയാണ്. നമ്മളിപ്പം ഓർഡറുകൾ ഇഷ്ടംപോലെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഓർഡർ നമ്മൾ വരുന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് നമുക്കൊരു 5% പൂക്കൾ പറിക്കാം. ഇതിനകത്ത് മെയിൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് ഇതൊന്നും പൂർണ്ണമായിട്ട് വിരിഞ്ഞ പൂക്കളല്ല. ഇല്ല, അതൊന്നും വിരിഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ട് വിരിഞ്ഞ പൂക്കൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. കാണിക്കാം. ഇങ്ങ് വാ. ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞൊരു പൂവാണ്. പൂർണ്ണമായിട്ട്. അതേസമയം ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ പൂവല്ല. ഇത് കണ്ടോ, ഈ ഒരു മൊട്ട് ഈ ഒരു മൊട്ട് ഇങ്ങനെ മൊട്ടിട്ട് നമുക്കിതിന്റെ വിളവെടുക്കാറാകുമ്പോഴത്തേക്ക് 24 ദിവസം വേണം. 24ാം ദിവസം ഈ മൊട്ടുകളെല്ലാം പൂർണ്ണ വളർച്ചയിലെത്തും. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് വലിപ്പം കൂടുതലുമാണ്. ഇപ്പം ഈ വലിപ്പത്തിൽ നിൽക്കുന്ന ഈ പൂ പോലും ഇത് വിരിയാൻ നിൽക്കുക. ഇതും വിരിയാൻ നിൽക്കുക. ഇനി ഇതൊരു 10% കൂടെ വിരിയാനുണ്ട്. ഇതല്ല, ഇതൊരു 20% വിരിയാനുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഈ കൃഷി ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ ഇനി ചെയ്യാം, അതിന്റെ ഒരു പാഠം കൂടായി. അത് തന്നെയുമല്ല, ഇതിനകത്ത് പന്നിശല്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് പന്നി കയറി ഇറങ്ങി നടന്നു പോകുന്നുള്ളതല്ലാതെ ഇതിനകത്ത് കിളച്ച് അതിന് തിന്നാൻ വേണ്ടിയുള്ള സംഭവങ്ങളില്ല ഇതിനകത്ത്. അതുകൊണ്ട് ഇത് ചവിട്ടി തേച്ച് പോകുന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ ഞങ്ങൾ വെച്ച് കെട്ടിയേക്കുന്ന കാരണം പന്നി ഇങ്ങോട്ട് കയറി വരുന്നില്ല. സൈഡെല്ലാം മറച്ചേക്കുന്ന കാരണം പന്നി കയറി വരുന്നില്ല. നമ്മുടെ കണ്ണിന് നല്ല സൗന്ദര്യമായിട്ട് നിൽപ്പാടാണ് ഇവരുടെ 2-3 ആൾക്കാരുടെ 2 വീട്ടുകാരുടെ കഷ്ടപ്പാട്. അവര് സ്കൂളിൽ പോകുന്നവരും പഠിക്കാൻ പോകുന്നവരും മറ്റ് കാര്യങ്ങൾക്ക് പോകുന്നവരും എല്ലാം വന്ന് രാവിലെയും വൈകിട്ടൊക്കെ പോയി നോക്കില്ലേ ടീച്ചറെ? ടീച്ചർക്ക് എല്ലാം പറയാനുണ്ടോ? ഇതിനകത്ത് അതാ അവര് ഇളക്കി കള പറിക്കുകയും ചെടികൾ ഓരോന്നും സൂക്ഷ്മമായിട്ട് നോക്കിയാലേ ഇങ്ങനെ പൂവിട്ട് നിൽക്കത്തുള്ളൂ. മൂട്ടി മണ്ണിന്റെ കാണാൻ ഇത് നമ്മുടെ അടുത്ത സമീപത്തുള്ള ആൾക്കാർ മാത്രമല്ല, ഇതിനകത്ത് ഒരു കുറേ ദിവസങ്ങളിലേക്ക് തന്നെ പൂ കാണും. ഓണവിപണി മാത്രമല്ല, അത് കഴിഞ്ഞ് നമുക്ക് കുറേ പൂക്കൾ എല്ലാ ചെടികളിലും നിറയെ മൊട്ടും പൂവായിട്ട് നിൽക്കുകയാണ്. നാളെ മുതൽ വേണമെങ്കിൽ വിളവെടുക്കാനുള്ള പൂക്കൾ ഇതിനകത്തുണ്ട്, എല്ലാ ചെടിക്കകത്തും ഉണ്ട്. അത് ആവശ്യക്കാരെല്ലാം അത്യാവശ്യം നമുക്ക് ഈ കർഷകരെ പ്രോത്സാഹിപ്പിച്ച് നല്ലോണം വിറ്റ് അവരെ വമ്പം വിജയത്തിലാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.